ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നിപ്പോൾ ഞാനൊരു ഡ്രസ്സ് തയ്ക്കാൻ എനിക്ക് വേണ്ടിയിട്ടാണ്. ഡ്രസ്സ് തയ്ക്കാനുള്ള പരിപാടിയിലാണ്. ഒരു പോൾക്ക ഡോട്ട്സിൻ്റെ ഒരു ഉടുപ്പാണ് കേട്ടോ ഞാൻ തയ്ക്കാൻ പോണേ. ഇത് ലൈനായിട്ട് താഴത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെട്ടി വെച്ചേക്കും. ഇങ്ങനെ വെട്ടിയെടുത്ത് കണ്ടോ, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വരും. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇത് താഴത്തേക്കുള്ള ലൈനും, പിന്നെ ഇതാണ് ടോപ്പ്. ഇത് ബാക്കാണ്, ഇത് ബാക്ക്, ഇത് ബാക്ക് കൈയാണ് കേട്ടോ. ഇത് സാധാരണ കൈയാണ്, ചെറിയൊരു കൈയാണ് ഇത്. ഇത് ബാക്ക്. ഫ്രണ്ട് ഇതാണേ, ഫ്രണ്ട് വരുന്നത് വീനക്കാണ് കേട്ടോ. ഫ്രണ്ട് വരുന്നത് ഇതേപോലെ വീനക്ക്. ഇത് ഞാൻ ഇങ്ങനെ ഇതിവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ഫ്ലവർ, മറ്റേ കുട്ടികളുടെ പോലത്തെ ചുരുക്കിടൂല ഇങ്ങനെ, അങ്ങനെ ഒരു ചുരുക്കിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡ്രസ്സ് ഇതാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസം എടുത്ത് വെച്ചിരിക്കുന്നു ഡ്രസ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറേ എങ്ങനെ എനിക്കൊരു ഉടുപ്പ് തയ്ക്കണമെന്ന് കുറേ നാളായി. ഉടുപ്പുണ്ട്, പക്ഷെ എന്നാലും പോൾക്ക ഡോട്ട്സിൻ്റെ ഒരു ഡ്രസ്സ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇച്ചിരി തുണി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഇച്ചിരി മീൻസ് 2.5 മീറ്റർ, 2.5 കുറച്ച് തുണി ഉണ്ടായുള്ളൂ. അപ്പോൾ ആ തുണി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൈ വരുന്നത് പഫാണെന്ന് ആദ്യം വിചാരിച്ചേ. പഫ് കൈ കിട്ടില്ല. കൈ എത്ര കിട്ടും? കൈ എനിക്ക് 3/4 ഹാൻഡാണ് എനിക്കിഷ്ടം. ഇല്ലെങ്കിൽ എനിക്ക് ഇവിടം വരെയെങ്കിലും വേണം. അപ്പോൾ ഇത്രയും കൈ കിട്ടുള്ളൂ. ആക്ച്വലി കറക്റ്റ് ഇവിടം വരെയും കിട്ടും. അപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും ഒരു ഇച്ചിരി ഉറക്കത്തിന് ചെറിയൊരു ഫ്രിൽസോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ വേഗം തയ്ച്ച് നോക്കിയാലോ. പിന്നെ ഡ്രസ്സിന്മേൽ ഇവിടെ ഫ്രില്ല് വരുന്നുണ്ട്, പിന്നെ സ്കേർട്ടിന് താഴെയും ഫ്രില്ല് വരുന്നുണ്ട്. കയ്യിൽ ഇവിടെ തുണി ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഫ്രില്ലിട്ട് കൊടുക്കാം. നോക്കാം എങ്ങനെയാവുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം സ്റ്റിച്ചിങ്ങിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് തയ്ച്ചു തുടങ്ങാം. ഞാനപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഫ്രണ്ട് നെക്ക് വീനക്കായിരുന്നേ. അപ്പോൾ അത് തയ്ച്ചപ്പോൾ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ ബാക്ക് നെക്കാണ് ഇപ്പോൾ ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്ക് നെക്ക് നമ്മളിപ്പോൾ ഒരു ക്രോസ് പീസ് വെച്ച് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കാം, നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നമ്മളിങ്ങനെ ഫ്രില്ലിന് വേണ്ടിയിട്ട് ഒരു പീസ് ഇങ്ങനെ കട്ടിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നമ്മൾ 2 അരികം അടിച്ചു കൊടുക്കുക. കാരണം 2 അരികത്തും നമ്മൾ അടിച്ചു കൊടുത്താൽ മാത്രമേ ഫ്രില്ല് ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ആദ്യം ഇപ്പോൾ ഒരു അരികം അടിച്ചു കൊടുത്തു, അതിനുശേഷം രണ്ടാമത്തെ അരികും അപ്പുറത്തെ സൈഡ് നമ്മൾ ഫിനിഷിങ് ചെയ്ത് അടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ പോൾക്ക ഡോട്ട് ആയതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്, അല്ലേ? പിന്നെ മാത്രമേ ഈ മെറ്റീരിയൽ ക്രേപ്പാണ് കേട്ടോ, ലൈനിങ് ഇല്ല, ക്രേപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഫ്രില്ലിങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം. ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ ചുരുക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണേ. എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ വേഗം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫ്രില്ല് ഞാൻ അടിച്ച് വെച്ചു. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ വീനൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ആ അരികത്തുകൂടി തന്നെ ഇതങ്ങ് വെച്ച് കൊടുക്കാം. സൈഡിലേക്കാണല്ലോ നമ്മളിത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ സൈഡിലേക്ക് തന്നെ ഇത് വെച്ച് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ബ്ലാക്കും അതുപോലെ ഈ പോൾക്ക ഡോട്ട്സും ആയതുകൊണ്ടിട്ട് തന്നെ എന്താ പറയുക, നമ്മുടെ സ്റ്റിച്ചിങ്ങൊന്നും അങ്ങനെ വിസിബിളായിട്ട് പുറത്ത് കാണില്ല കേട്ടോ. വളരെ ഫിനിഷിംഗ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, കാണാൻ നല്ല രസമാണ്. പിന്നെ മാത്രമല്ല നമ്മൾ വിചാരിക്കും ക്രേപ്പ് ഭയങ്കര ചൂടായിരിക്കുന്നു, പക്ഷെ അല്ല കേട്ടോ. ക്രേപ്പ് നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ ഒട്ടും ചൂടെടുക്കില്ല കേട്ടോ. ഞാൻ ക്രേപ്പ് ആദ്യമായിട്ടാണ് ഇത്രയും, എൻ്റെ എല്ലാം മെറ്റീരിയലും കോട്ടനാണ്. അപ്പോൾ ഇപ്പോൾ ക്രേപ്പായിട്ട് ഞാൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെയുള്ളത് ജോർജറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്ച്ച് വെച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിഗർ, നോക്കി. ഇതിങ്ങനെ നമ്മൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു ഫ്രില്ല് ചെസ്റ്റിൽ ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ ഡ്രസ്സുകൾ അത്ര വലിയ മോഡേണൊന്നും അല്ല, ഞാൻ ചെയ്യും, ആലിയാക്കട്ട് അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനെ ഒരു മോഡൽ ഞാനിങ്ങനെ ചെയ്തപ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കൊച്ചിൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ തന്നെ 2-3 ഓർഡർ എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ, ഈ ഒരു ടോപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ ആ ചെസ്റ്റ് നമ്മൾ പിടിച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ ഷോൾഡർ കൂട്ടുകയാണ്. 2 ഷോൾഡർ നമ്മൾ കൂട്ടി ചെയ്തിട്ട് ബാക്കിനൊക്കെ നമ്മൾ പതിച്ചടിച്ചെടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ഇതിൻ്റെ അകത്തില്ല, അറ്റം മൂലയ്ക്ക് മാത്രമേ ഉള്ളേ. ഇനിയും ഞാനിപ്പോൾ ചെയ്യണത്, നമ്മൾ താഴേക്ക് ഒരു ഫ്രില്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ ജോയിൻ ചെയ്തെടുക്കുക. കാരണം ഈ ഒരു മെറ്റീരിയൽ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ നമുക്ക് കിട്ടിയ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയ പീസസ് എല്ലാം ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ പീസസ് ആയിട്ട് ഞാൻ വെട്ടിയെടുത്തിട്ട് അതിങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ഫ്രില്ലാക്കി എടുത്തത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതൊരു പോൾക്ക ഡോട്ട്സും ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്താൽ പോലും മനസ്സിലാവില്ല, കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഞാനപ്പോൾ ഇതെല്ലാ കുഞ്ഞു കുഞ്ഞു പീസസ് എല്ലാം ജോയിൻ ചെയ്തിട്ട് ഞാൻ ഇതിനൊരു ഫ്രില്ല്, താഴത്തേക്കുള്ള ഫ്രില്ലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നീളത്തിൽ തന്നെയുള്ള ഫ്രില്ല് അടിക്കാൻ കിട്ടും. ചിലവർ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലാക്കിയിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നത് കാണാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആദ്യമേ തന്നെ നമ്മൾ എത്ര 10 പീസുണ്ടോ 15 പീസുണ്ടോ അത്രയും പീസ് നമ്മൾ ഒരുമിച്ച് അങ്ങ് ജോയിൻ ചെയ്തിട്ട് ഷേപ്പാക്കി രണ്ടരികും ഫിനിഷാക്കി ചെയ്ത ശേഷം നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ അടിച്ചു കൊടുത്തിട്ട് കൈവച്ച് തന്നെയാണ് ഞാൻ ഫ്രില്ലിട്ട് കൊടുക്കുന്നത് കേട്ടോ. വേഗം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് കഴിയും കേട്ടോ നമ്മുടെ ഈ വർക്ക്. അങ്ങനെ എൻ്റെ എല്ലാം ഓൾമോസ്റ്റ് ഞാൻ തയ്ച്ച് വെച്ച് കഴിഞ്ഞായിരുന്നു. ഫ്രില്ലും കൂടി ഇങ്ങനെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഏകദേശം കഴിഞ്ഞിട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനത് എല്ലാം അധികം ഇങ്ങോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. എങ്ങനെയുണ്ട്? കൈ നമുക്ക് ഞാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു ചുരുക്ക് ഇത് പഫ് ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ സെൻറ്ററിൽ ഞാൻ എന്ത് ചെയ്തു, ഇത് ഇത്തിരി ലൂസായതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി വന്ന ഫ്രില്ല് യോക്ക് പോർഷൻ വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ താഴെയും ഇതുപോലെ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ബാക്കിൽ ഞാൻ കെട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കെട്ടൊരു ഫാഷനാണല്ലോ, അപ്പോൾ ബാക്കിലൊരു കെട്ടും കൂടി ആയപ്പോഴത്തേക്കും സംഭവം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെന്നിട്ട് ഞാനൊന്ന് ഇട്ട് നോക്കിയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അപ്പോൾ ഞാനിത് വിട്ടിട്ടോ, നോക്കേ നല്ല ഭംഗിയിലാണ്. കാര്യം ഇത് സ്ക്രേപ്പാണെന്ന് പറയത്തേയില്ല, അത്രയും നല്ലൊരു ഭയങ്കര രസമുണ്ട് കാണാൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ലൈനിങ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ ഞാനത് ഒരു ഇന്നർ ഷെമ്മി പോലെ ഒരെണ്ണം ഇടും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സൈഡിലാണ് ഇതുണ്ടോ ഇതുപോലെ ഫ്രില്ല് വെച്ചിട്ടുണ്ട്. അതുപോലെ കയ്യിൽ ചെറിയൊരു കുഞ്ഞ് പഫ് വെച്ചിട്ടുണ്ട്. എൻ്റെ കൈക്ക് ഇത്തിരി വണ്ണമുള്ളതുകൊണ്ട് ഞാൻ കൈ ലൂസാക്കിയിട്ട് ഇട്ടേക്കണം കേട്ടോ. കാരണം ഇത്ര ഇറക്കിയേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഞാനതുകൊണ്ട് ചെറുതായിട്ട് ഇത് ലൂസാക്കിയിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഫിഗർ വരുന്നത്. നെക്ക് വീനൊക്കെ ആയിട്ട് കാണാൻ നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടി ഫ്രോക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് 2-3 ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് പിന്നെ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ബാക്കിൽ കെട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.